പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും DMKയും തമ്മിലെ വാക്പോരാണ് ഇന്ന് ചർച്ചയാകുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദേശാടന പക്ഷിയെ പോലെയാണെന്ന് വിമർശിച്ചിരിക്കുകയാണ് തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ. ഇതിന് തക്ക മറുപടി മോദിയും നൽകിയിട്ടുണ്ട്. ഒരു പ്രത്യേക സീസണിൽ ദേശാടന പക്ഷികൾ പ്രത്യേക സങ്കേതങ്ങളിലേക്ക് വരുന്നതുപോലെയാണ് പ്രധാനമന്ത്രി തിരഞ്ഞെടുപ്പ് കാലത്ത് മാത്രം തമിഴ്നാട്ടിലേക്ക് വരുന്നത് എന്നായിരുന്നു എക്സ് പ്ലാറ്റ്ഫോമിൽ സ്റ്റാലിൻ്റെ പരിഹാസം. മോദിയുടെ ഗ്യാരണ്ടി എന്ന അവകാശവാദത്തെ സൂചിപ്പിച്ചുകൊണ്ട് പ്രധാനമന്ത്രി നടപടി കൈക്കൊള്ളുമോ എന്ന ചോദ്യമുന്നയിച്ച് വിവിധ പദ്ധതികളുടെ പട്ടിക പങ്കുവച്ചുകൊണ്ടായിരുന്നു സ്റ്റാലിൻ്റെ പരിഹാസം. തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളുടെ ഭാഗമായി പ്രധാനമന്ത്രി തമിഴ്നാട്ടിൽ പലയിടങ്ങളിലായി നടത്തിയ പൊതുപരിപാടികളിൽ നിരവധി വാഗ്ദാനങ്ങൾ മുന്നോട്ട് വച്ചിരുന്നു. ഇതിനെ അടിസ്ഥാനമാക്കിയായിരുന്നു സ്റ്റാലിൻ്റെ ചോദ്യങ്ങൾ. ഹിന്ദിയും സംസ്കൃതവും അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നത് മുതൽ നീറ്റ് പരീക്ഷയിൽ നിന്ന് തമിഴ്നാടിനെ ഒഴിവാക്കുമോ എന്നതടക്കമുള്ള ചോദ്യങ്ങളും ഉന്നയിച്ചിട്ടുണ്ട്. വിദ്യാർത്ഥികളുടെ ലോണുകൾ പ്രധാനമന്ത്രി എഴുതി തള്ളുമോ? 2 കോടിയോളം വരുന്ന യുവാക്കൾക്ക് വർഷം തോറും ജോലി കൊടുക്കുമോ? റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി സ്കീം വഴി യുവാക്കൾക്ക് മാസം 400 രൂപ നൽകുമോ? ജാതി സെൻസസ് നടത്തുമോ? SC ST OBC വിഭാഗങ്ങൾക്ക് സംവരണം നിർബന്ധമായും നടപ്പിലാക്കുമോ എന്നിങ്ങനെ പോകുന്നു സ്റ്റാലിൻ്റെ ചോദ്യങ്ങൾ. വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്ന പെട്രോൾ, ഡീസൽ, പാചക വാതക സിലിണ്ടർ നിരക്ക് കുറയ്ക്കാനാകുമോ? സെസ്, സർചാർജ് എന്നൊക്കെ പറഞ്ഞ് നടത്തുന്ന കൊള്ള നിർത്തലാക്കാനാകുമോ? എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്, ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ്, CBI എന്നീ അന്വേഷണ ഏജൻസികളെ സ്വതന്ത്രമായി ജോലി ചെയ്യാൻ അനുവദിക്കാമോ? സമൂഹത്തിന് താഴേക്കിടയിലുള്ള ജനങ്ങളെ 2ാം കിട പൗരന്മാരായി കണക്കാക്കില്ലെന്ന് ഉറപ്പ് നൽകാമോ? തുടങ്ങിയ ചോദ്യങ്ങളും സ്റ്റാലിൻ ഉന്നയിക്കുന്നുണ്ട്. മോദിയുടെ ഗ്യാരണ്ടി, അതായത് മോദിയുടെ ഉറപ്പ് എന്ന് പറഞ്ഞാണല്ലോ BJP പ്രചാരണ പരിപാടികൾ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ താൻ ചോദിച്ചിരിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ ഉറപ്പ് തരാനാകുമോ എന്നാണ് നീണ്ട പട്ടിക പങ്കുവച്ചുകൊണ്ട് സ്റ്റാലിൻ ചോദിക്കുന്നത്. അല്ലാത്ത പക്ഷം മോദിയുടെ ഉറപ്പുകളെല്ലാം കള്ളന്മാരെ കാവിമുക്കുന്നത് പോലെയുള്ള സ്ഥിരം BJP പരിപാടിയായി പോകുമെന്നും സ്റ്റാലിൻ എക്സ് പോസ്റ്റിൽ പറയുന്നുണ്ട്. അതേസമയം ശക്തമായ ഭാഷയിലാണ് മോദി ഇതിനോട് പ്രതികരിച്ചത്. അഴിമതിയുടെയും കൊള്ളയുടെയും മറ്റൊരു പേരാണ് DMK എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുന്നത്. NDA ഭരണകാലത്തിൽ ഇന്ത്യയുടെ വികസനം 5Gയിൽ എത്തി നിൽക്കുന്നു. എന്നാൽ DMK 2Gയിൽ അഴിമതി നടത്തിയവർ ആണെന്നും വെറുപ്പിന്റെ രാഷ്ട്രീയമാണ് DMK മുന്നോട്ട് വയ്ക്കുന്നതെന്നും പ്രധാനമന്ത്രി തമിഴ്നാട്ടിൽ പറഞ്ഞു. 2 ദിവസത്തെ സന്ദർശനത്തിനായി തമിഴ്നാട്ടിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രൂക്ഷമായ വിമർശനമാണ് DMK കോൺഗ്രസ് സഖ്യത്തിനെതിരെ ഉന്നയിച്ചത്. UPA സർക്കാർ സംസ്ഥാന സർക്കാരുകളെ അവഗണിച്ചു. രാഷ്ട്രീയം നോക്കി മാത്രമാണ് UPA സംസ്ഥാന സർക്കാരുകൾക്ക് സഹായം നൽകിയത്. NDA സർക്കാർ 10 വർഷത്തിൽ സംസ്ഥാനങ്ങൾക്ക് കോടിക്കണക്കിന് രൂപ നൽകി. സംസ്ഥാനങ്ങൾ വികസിച്ചാലേ രാജ്യം വികസിക്കൂ എന്ന BJPക്ക് അറിയാമെന്നും തമിഴ്നാടിനെ DMK പിന്നാക്കം കൊണ്ടുപോവുകയാണെന്നും പ്രധാനമന്ത്രി കുറ്റപ്പെടുത്തി.